ഇന്ന് ഞാൻ പറയാൻ പോണത് ഒരു ഒലിപ്പീർ ആപ്പിനെ കുറിച്ചാണ് കേട്ടോ. ഒലിപ്പീരിന്റെ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമലി അരികെ, ടിൻഡർ എന്നൊക്കെ ഡേറ്റിംഗ് ആപ്പ്, അങ്ങനത്തെ ആപ്പുകളെ കുറിച്ചൊന്നും അല്ല. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ആപ്പിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടൊക്കെ എല്ലാവരും ഫേസ്ബുക്ക് ആയിരുന്നില്ല യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പുതിയ ഫ്രണ്ട്ഷിപ്പുകൾ കണ്ടുപിടിക്കാനും പുതിയ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാനും ചാറ്റിങ്ങും എന്തിനും ഫേസ്ബുക്ക് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. ഫേസ്ബുക്കൊക്കെ കുറെ ഇയേഴ്സ് മുമ്പിലെ തൊട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ കുറെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഈ ഫേസ്ബുക്ക് ബോറടിക്കാൻ കൂടുതൽ പൊളിറ്റിക്സിന്റെ പോസ്റ്റുകൾ അങ്ങനത്തെ ഒക്കെ വന്ന് ഭയങ്കരമായിട്ട് ഒരിടയ്ക്ക്. ഇപ്പൊ എനിക്ക് അറിയില്ല എങ്ങനെയാണെന്ന്, കാരണം ഞാനിപ്പോ ഒരു 4-5 ഇയേഴ്സ് ആയിട്ട് ഞാൻ അസല് യൂസ് ചെയ്യുന്നില്ല ഫേസ്ബുക്ക്. ഞാൻ ഇതിന് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു. അത് ഫോണിലുണ്ടെങ്കിൽ വെറുതെ എടുത്തു വെച്ച് നോക്കും. അത് ഒരുപാട് എന്താ പറയുക, ഇപ്പൊ എല്ലാ A to Z മനുഷ്യർക്കും ഉണ്ട് ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വരുന്ന ന്യൂജൻ കുട്ടികളിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ആർക്കും ഫേസ്ബുക്ക് എന്ന് പറയുന്ന സംഭവമില്ല. അത് മാറിപ്പോയി. എന്താ പറയാ, ഇപ്പൊ അവർക്കുള്ളത് ഇൻസ്റ്റാഗ്രാമിലാണല്ലോ. ഇപ്പം എന്താ പറഞ്ഞാൽ ഫേസ്ബുക്കിലുള്ള മുഴുവൻ പേരും ഇപ്പം ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയും കുറച്ചു പേരൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, കുറെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴോ കുറെ വർഷങ്ങൾക്ക് മുമ്പിൽ ഫേസ്ബുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട്, പക്ഷെ അത് ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ കണക്റ്റഡ് ആയതുകൊണ്ട് ചിലപ്പോ ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ് ഒക്കെ ഫേസ്ബുക്കിലേക്കും പോവും. നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ. അല്ലാണ്ട് ഡയറക്റ്റ് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാനോ റിപ്ലൈ ചെയ്യാനോ എനിക്ക് പറ്റുന്നില്ല. കുറെ പേര് എന്റെ സ്റ്റോറീസ് ഒക്കെ കണ്ടിട്ട് തരുന്നുണ്ട്, പക്ഷെ എനിക്ക് മെസ്സഞ്ചറോ അതൊന്നും ഇല്ല എനിക്ക്. അപ്പോ ഞാൻ പറഞ്ഞു വന്നതൊന്നുമല്ല. അപ്പൊ അതൊക്കെ വിട്ടു. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ നോർമലി റീൽസ് ചെയ്യും, ഓക്കെ, അത് പിന്നെയും ഓക്കെ, കുഴപ്പമില്ല. ഈ ഫേസ്ബുക്കിന് അത്രയും പ്രോബ്ലം ഇല്ല. പക്ഷേ ഞാൻ എന്താ പറയുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്തപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെയും തിരിച്ചെന്റെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞല്ലോ. അവിടെ നിന്ന് എനിക്കൊരു ഇൻസ്പിറേഷൻ കിട്ടി. അത് ആക്ച്വലി ഞങ്ങളുടെ ഓഫീസിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ്. പക്ഷെ നമുക്ക് വേറെ മാർക്കറ്റിങ്ങിന് ആളുള്ളത് കൊണ്ട്, ഡിജിറ്റൽ സോഷ്യൽ മീഡിയയ്ക്ക് ആളുള്ളത് കൊണ്ട് തൽക്കാലം ഞാൻ ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങ് മാറിയതാണ്. അപ്പൊ ആ സമയം ഞാൻ എൻ്റെതായ രീതിയിൽ തുടങ്ങി. പിന്നെ ഞാൻ ഒരു വെബ്സൈറ്റ് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തു ഞങ്ങളുടെ ഓഫീസിന്റെ. പക്ഷെ ഇപ്പൊ എനിക്ക് അതൊന്നും നോക്കാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് അത് അങ്ങനെ വിട്ടു. ആദ്യത്തെ ഇൻട്രസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചു. പക്ഷെ പിന്നെ അതിലേക്കൊന്നും SEO ഒന്നും ചെയ്യാൻ എനിക്ക് ടൈം കിട്ടിയില്ല. അങ്ങനെ അത് വിട്ടിരിക്കുകയാണ് ഞാൻ തൽക്കാലത്തേക്ക്. പിന്നെ ആ ടൈമിൽ തന്നെ അതിലെല്ലാം നമുക്ക് പറയല്ല, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ മീഡിയ. പിന്നെ വന്നിട്ട് ലിങ്ക്ഡിൻ. അപ്പൊ ലിങ്ക്ഡിനിൽ വന്നപ്പോഴേക്കും അവർ പറഞ്ഞു, ലിങ്ക്ഡിൻ ആണ് നോർമലി കുറച്ച് സ്റ്റാൻഡേർഡ്, എന്താ പറയാ, ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പോലെയല്ല, എന്താ പറയുക, വലിയ CEOമാര്, പിന്നെ എന്താ പറയുക, വലിയ MNC അതിന്റെയൊക്കെ ചെയർമാനോ അങ്ങനെ വലിയ ആൾക്കാരൊക്കെ നോർമലി ലിങ്ക്ഡിനിലാണല്ലോ അവർ പ്രൊഫൈൽസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ നോർമലി കണക്ഷൻ റിക്വസ്റ്റ് അയച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട അവർ അക്സെപ്റ്റ് ചെയ്യും. വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി എന്താ പറയാ, ഇപ്പൊ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ പോലെ വെറുതെ ഫ്രണ്ട് റിക്വസ്റ്റ് അങ്ങനെ അല്ല അയക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഫീൽഡിലുള്ള ആൾക്കാർ വേറെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ സപ്പോസ് എനിക്ക് ജോലി വേണം, അപ്പൊ ഞാൻ നോക്കുന്ന ഏത് ഫീൽഡ്, ആ ഫീൽഡിലുള്ള കുറെ ആൾക്കാരുണ്ടാവുമല്ലോ, അതിന്റെ വലിയ ആൾക്കാർ, അതിന്റെ മാനേജർമാർ, MD CEO അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് നമ്മൾ റിക്വസ്റ്റ് അയച്ചിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യും, അങ്ങനെയൊക്കെയാണ്. അപ്പൊ അത് ടോട്ടലി ഒരു ഡിഫറെന്റ് ആണ്, എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടല്ല, കംപ്ലീറ്റ്ലി ആയിട്ടുള്ള ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ആപ്പാണത്. പക്ഷെ അതിൽ വന്നിട്ട് ഒരുപാട് എനിക്ക് കണക്ഷൻ റിക്വസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യും നമ്മളിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓൺടർപ്രീനേഴ്സ്, അല്ലെങ്കിൽ എന്താ പറയാ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ്, അല്ലെങ്കിൽ ജോലി നോക്കുന്നവർ, അങ്ങനെ അല്ലെങ്കിൽ അതിനൊക്കെ കുറച്ചും കൂടെ ഹയർ ലെവലിലുള്ള ആൾക്കാർ, കുറെ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലുള്ളവർ, അങ്ങനെയൊക്കെ ഉള്ളവർ, സീനിയേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ ഒരു റിക്വസ്റ്റ് ആയിരിക്കും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. കാരണം നമുക്ക് അതിനകത്ത് വേറെ അത് അക്സെപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളെ കണക്ഷന് കൂട്ടുക പറഞ്ഞാൽ നമ്മളുടെ ആ സ്ട്രെങ്ത് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വെച്ചിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അവരുടെ പ്രൊഫൈൽ ജസ്റ്റ് നോക്കട്ടെ, ഏത് പ്രൊഫൈൽ നോക്കിയാലും അവരൊക്കെ ഏതൊരു ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരായിരിക്കും, അല്ലാതെ നോർമലി ഉള്ള ആൾക്കാരൊന്നും അല്ല. പക്ഷെ പിന്നെയാണ് അറിഞ്ഞത്, ഞാൻ വെറുതെ ഒരു പ്രാവശ്യം ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോഴേക്കും മെസ്സേജസ് തുരുതുരാന്ന് പറഞ്ഞ് മെസ്സേജസ് കിടക്കുന്നു. അപ്പൊ കുറെ മെസ്സേജുകൾസ് കിടക്കുന്നു കേട്ടോ. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കി, അതിൽ കുറച്ച് ആൾക്കാരൊക്കെ നമ്മൾ നോർമലി ഒരാളുടെ കണക്ഷൻ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓൾറെഡി നമുക്ക് ഇങ്ങനെ വരും, മെസ്സേജ് അയക്കും. നമ്മൾ മെസ്സഞ്ചറിലൊക്കെ വരും, ഹായ് എന്ന് പറഞ്ഞയക്കുന്നു എന്ന് ചോദിച്ച് അങ്ങനെ വരുന്ന മാതിരി തന്നെ ഓട്ടോമാറ്റിക് വരുന്ന ഒരു മെസ്സേജ് ഉണ്ട്, ഇറ്റ്സ് ഗ്രേറ്റ് ടു കണക്ട് വിത്ത് യു, അങ്ങനെ പറഞ്ഞിട്ട് ഒരു കോമൺ മെസ്സേജ്. അത് ഓക്കെ, അത് ആർക്കായാലും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് അതിൽ ഓൾറെഡി ഉണ്ടായിരിക്കുന്ന മെസ്സേജ് ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പോകും.
അപ്പൊ അങ്ങനെ വിചാരിച്ചപ്പോ അപ്പൊ വെറുതെ ഇങ്ങനെ നോക്കിയപ്പോ കുറെയൊക്കെ ഞാൻ പറഞ്ഞില്ല വേറെ കുറെ ആൾക്കാരുണ്ടാവും. ഇപ്പൊ യൂണിവേഴ്സിറ്റീസ്, ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, കോളേജസ്, അങ്ങനത്തെ ആൾക്കാരൊക്കെ MBA പ്രൈവറ്റ് ആയിട്ട് പഠിക്കണോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ കുറെ അഡ്വർടൈസ്മെന്റുകൾ നമുക്ക് അയക്കും, ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ കുറെ ഉണ്ട്. അതല്ലാണ്ട് നോക്കുമ്പോൾ കുറെ എണ്ണം ഹായ് കാർത്തിക, ഹായ് കാർത്തിക, എൻ്റെ പേര് കാർത്തിക എന്നാണ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ല. ഹായ് കാർത്തിക, ഹൗ ആർ യു, എന്തെങ്കിലും വിശേഷങ്ങള്, ഇൻസ്റ്റാഗ്രാം ID ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ, അതിനൊന്ന് റിപ്ലൈ തരണം കേട്ടോ. ഇതുപോലെയുള്ള മെസ്സേജസ് അപ്പോഴാണ് ഞാനേ ഷോക്കായത്. ഓ മൈ ഗോഡ്, ലിങ്ക്ഡിന് കൂടെ ഇതിനു വേണ്ടിയിട്ടും കൂടെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചത്. കുറേ മെസ്സേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മെസ്സേജ്. ചില ആൾക്കാരാണ് വലിയ പോയമൊക്കെ, എന്താ പറയുക, ഇംഗ്ലീഷിൽ ഇങ്ങനെ പോയമൊക്കെ എഴുതി അയച്ചിരിക്കണം. ആ പോയമൊക്കെ എന്തിനാ അയച്ചതെന്ന് എനിക്കറിയില്ല. അതേപോലെ കുറേ ഒലിപ്പീരിന്റെ ആൾക്കാർ അതിനകത്തുണ്ട്. എന്ന് വെച്ചാൽ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ വിട്ടിട്ട് വേണ്ട പറഞ്ഞിട്ട് ഇത് കുറച്ചും കൂടെ സേഫ്, ആരും പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് നോക്കില്ലല്ലോ, മേ ബി ആ സൈഡ് നോക്കിയിട്ടാണോ എന്തോ. അങ്ങനെ കുറേ മെസ്സേജസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ റിപ്ലൈ കൊടുക്കാനൊന്നും പോയില്ല, എല്ലാം അവിടെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷെ അപ്പോഴാണ് എനിക്കത് മനസ്സിലായത്, ഇങ്ങനെ ഈ ഫേസ്ബുക്കോ അല്ലെങ്കിൽ വേറെ സോഷ്യൽ മീഡിയാസ് ഒന്നും യൂസ് ചെയ്യാണ്ട് ഓൺലി ലിങ്ക്ഡിനിൽ വന്നിട്ട് അതിലും ചാറ്റ് ചെയ്യുകയും അതിൽ കൂടെ ഫ്രണ്ട്ഷിപ്പ് നടത്തുകയും ചെയ്യുന്ന കുറെ അങ്ങനെയും കൂടി ഉണ്ട്. അങ്ങനെയാണ് എനിക്കിത് ഇതുകൂടെ ഒരു ഒലിപ്പീരിന്റെ ആപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായത് ലിങ്ക്ഡിനെ. നോർമലി ഇത് വളരെ പ്രൊഫഷണൽ ആയിട്ടൊരു ആപ്പാണ്, പക്ഷെ കുറെ ആളുകൾ ഇതേ രീതിയിലും കൂടെ അതിനെ യൂസ് ചെയ്യുന്നു. അപ്പോൾ അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റായി തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാതെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഉണ്ടോ ലിങ്ക്ഡിനെ അക്കൗണ്ട്? നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവങ്ങളുണ്ടോ?